ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. അങ്ങാടിപ്പുറത്ത് തദ്ദേശപൂരിന് മുമ്പ് തന്നെ ഇപ്പോൾ ഏകദേശം വലിയ സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് നേരത്തെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൂടാതെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ ഉപാധ്യക്ഷൻ, ജില്ലാ ഉപാധ്യക്ഷൻ പറഞ്ഞു ഇടതുപക്ഷത്ത് സ്ഫോടനങ്ങൾ സംഭവിക്കുമെന്ന്. ഇപ്പോൾ ഇടതുപക്ഷത്തെ CPM അംഗത്വം തന്നെ ഇടതുപക്ഷ മെമ്പർ കൊറോഡൻ റംല രാജിവെച്ചിരിക്കുന്നു. അവർ പറയുന്നത് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കും, എങ്ങോട്ടും പോകുന്നില്ലെന്നാണ്. അപ്പോൾ ഇടതുപക്ഷത്തെ പ്രമുഖരോട് ചോദിച്ചപ്പോൾ അവർ അവരുടെ നിലപാട് വ്യക്തമാക്കിയെന്ന് പറയുന്നു. UDF പ്രത്യേകിച്ച് ലീഗിലുള്ള ആളുകൾ പറയുന്നത് CPMൽ പൊട്ടിത്തെറി ആയിക്കഴിഞ്ഞു എന്ന് പറയുന്നത്. ഇപ്പോൾ ഇനി കോൺഗ്രസിൻ്റെ അഭിപ്രായം കൂടി തേടണമല്ലോ. DCC എക്സിക്യൂട്ടീവ് മെമ്പറാണ് KS അനീഷ്, കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്നൊരു മുഖം കൂടിയാണ്. അങ്ങാടിപ്പുറത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അങ്ങാടിപ്പുറത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മർ മാഷ് പറഞ്ഞത് ഒരു വലിയ സ്ഫോടനം അങ്ങാടിപ്പുറത്ത് നടക്കാൻ പോകുന്നു എന്ന് കുറച്ച് ദിവസം മുമ്പ് മാധ്യമങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഉമ്മർ അറക്കൽ പറഞ്ഞു. അതിനുശേഷം ഇന്നലെ ആ സ്ഫോടനത്തിന് തുടക്കം കുറിച്ചിരിക്കുക. അത് പോറാടൻ റംലയിൽ ഒതുങ്ങുന്നതല്ല ആ സ്ഫോടനം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ സ്ഫോടനം തുടർക്കഥയായി അങ്ങാടിപ്പുറത്ത് വരാനിരിക്കുന്നു CPMനകത്ത് എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം. റംലാത്തയെപ്പോലുള്ള റംല എന്ന് പറയുന്നതിൽ എനിക്കൊരു മാനസികമായ പ്രയാസമുണ്ട്. കാരണം എൻ്റെ ഒരു സഹോദരിയെ പോലെ ഉള്ള ആളാണ് അവർ. അപ്പോൾ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരിയാണ്. അപ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് ഒരു സ്പേസ്, അല്ലെങ്കിൽ അവരുടെ ഒരു മുഖം സംരക്ഷിക്കാൻ പറ്റുന്ന സ്ഥലമല്ല CPMൻ്റെ ഇടം എന്നുള്ളതാണ് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. അവർ ഈ പാർട്ടി വിട്ടുപോകുമ്പോൾ, മുസ്ലിം ലീഗ് വിട്ടുപോകുമ്പോൾ തന്നെ ഞാനടക്കമുള്ള ആളുകൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലത്തേക്കല്ല നിങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് കഴിഞ്ഞ 4 കൊല്ലമായി ബോധ്യപ്പെട്ട്, 4-4.5 കൊല്ലമായിട്ട് അവർ ബോധ്യപ്പെടുകയാണ്. അതിൻ്റെ അവസാനം കുറേ ദിവസങ്ങളായിട്ട് നമുക്കറിയാം, അവർ UDF നടത്തുന്ന സമര പരിപാടികളുടെ ഭാഗമായി മലപ്പുറത്തൊക്കെ വന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. UDFൻ്റെ സമരം, അത് പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായ ഇടപെടലുകൾക്ക് അവരെതിരാണ്. അവർ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ജനകീയമായിട്ടുള്ള മെമ്പറാണ്. അപ്പോൾ അവർ രാഷ്ട്രീയമായ ഇടപെടലുകൾ CPM നടത്തുമ്പോൾ അതിനെതിരായി അവർ പ്രതികരിച്ചിരുന്നു. അവർ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതൊക്കെ ആ സമയത്ത് CPM ഇടപെട്ടുകൊണ്ട്, നേതൃത്വം ഇടപെട്ടുകൊണ്ട് അവരെ വിലക്കി നിർത്തുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്നലെ അവർ CPMൻ്റെ അവരുടെ ബ്രാഞ്ച് സെക്രട്ടറിക്ക്, അവർ ബ്രാഞ്ച് അംഗമാണ്, CPMൻ്റെ അംഗമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുടെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഔദ്യോഗികമായി ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു, എന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ കൂടെ ഈ 2 മാസക്കാലം ഞാൻ ജനകീയ ഒരു സ്വതന്ത്ര നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നവർ പ്രഖ്യാപിക്കുമ്പോൾ CPM പറയുകയാണ് അവരവരുടെ നിലപാട് വ്യക്തമാക്കുക എന്നാണ്. അവർ നിലപാട് വ്യക്തമാക്കിയത് എന്താണ്? ഞാൻ CPMന്ന് രാജിവെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. CPMൽ നിന്നും രാജിവെക്കുക എന്നതിനെക്കുറിച്ച് അവരോട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞത്, ഞാൻ ഒരിടത്തേക്കുമില്ല, CPMന് എന്നെക്കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന തരത്തിലാണ് അവർ പ്രതികരിച്ചത്. UDFലേക്കില്ല. അവർക്കെതിരെ വേറെ ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഏതോ ഒരു സാമ്പത്തിക ക്രമക്കേട് എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലാണ്. ശരിക്കും അവർ CPMൽ നിന്ന് രാജിവെച്ചത് LDFന് ഗുണം ചെയ്യുമ്പോൾ UDFന് ഗുണം ചെയ്യുമ്പോൾ അതിൽ സംശയം എന്താണ്? ഐക്യജനാധിപത്യ മുന്നണിക്ക് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ തരത്തിൽ ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമല്ല. അവരുടെ മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച പഞ്ചായത്ത് മെമ്പർക്ക് പോലും ഈ പഞ്ചായത്തിൻ്റെ ഭരണത്തിലുള്ള സംതൃപ്തിയാണ്, അല്ലെങ്കിൽ ഈ ഭരണത്തിലുള്ള ചില കാര്യങ്ങൾ അവർക്ക് ഭരണത്തിനെതിരായി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾക്ക്, അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾക്കൊക്കെയുള്ള പ്രതിഷേധമാണ് അവരുടെ രാജി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.